അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നല്ല ജോലിയുണ്ട്, പണം കിട്ടുന്നുണ്ട്, പക്ഷെ ഒന്നും കയ്യിൽ ബാക്കിയാവുന്നില്ല. മക്കളുണ്ട്, പക്ഷെ മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. കടബാധ്യതകളുണ്ട്, തീർക്കാനുള്ള, വീട്ടാനുള്ള വഴികൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകൾക്കുള്ള വലിയ ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്യുക. നാം നേരിടുന്ന വലിയ പ്രശ്നത്തിനു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയും. വീടുണ്ട്, കച്ചവടമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടായിട്ടും ജീവിതത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, പരാതികൾ മാത്രം ബാക്കിയാണ്. സ്വസ്ഥതയും സമാധാനവും ലഭിക്കാൻ, ചെയ്യുന്ന കച്ചവടത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ, നല്ല ലാഭം ലഭിക്കാൻ, ചെയ്യുന്ന ജോലിയിൽ നല്ല ബറക്കത്ത് ലഭിക്കാൻ, കിട്ടുന്ന ശമ്പളത്തിൽ ബാലൻസ് ഉണ്ടാവാൻ, എല്ലാത്തിനും ഉപകരിക്കുന്ന മഹത്തായ ഒരു പരിഹാരമാണ് ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മ, അള്ളാഹുവിന്റെ മഹത്തായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒന്നാമത്തെ ഇസ്മാണ് യാ അല്ലാഹ് എന്നുള്ളത്. അല്ലാഹ് എന്നുള്ള പദം ഉൾക്കൊള്ളുന്ന ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ വീട്ടിലേക്ക് പുറത്തു നിന്ന് ഒരാൾ കയറി വരുമ്പോൾ വീടിന്റെ മുൻവശത്തേക്ക് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത്, കാണുന്ന രൂപത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കണം. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ ചെയ്യണം. എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് നല്ല വൃത്തിയിൽ എഴുതി വെക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ നമ്മുടെ നേരെ കാണുന്ന സിറ്റൗട്ടിലെ വാതിലിന് മുകളിലായിക്കൊണ്ട് എഴുതി വെക്കാം. നല്ല ഫ്രെയിം ചെയ്ത ബിസ്മില്ല എന്ന് എഴുതിയത് വാങ്ങാൻ കിട്ടും, അത് വാങ്ങി വെക്കാം. ഇങ്ങനെ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ആ രൂപത്തിലൊക്കെ ചെയ്യാം. അതിനെ വീട്ടിൽ വെച്ചാൽ, നല്ല കാണുന്ന സ്ഥലത്ത് തന്നെ വെച്ചാൽ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകളും നാം വീട്ടിലേക്ക് വരുന്ന സമയത്തും അത് കാണുകയും ബിസ്മി ചൊല്ലുകയും ചെയ്യും. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സ്ഥലത്ത് അത് എഴുതി വെച്ചാൽ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അല്ലെങ്കിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഇങ്ങനെ ബിസ്മില്ല ഉൾക്കൊള്ളുന്ന ഏത് ദിക്റും നമുക്കിവിടെ എഴുതി വെക്കാം. അത് എഴുതി വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം അത് മലക്കുകളും കാണുമ്പോൾ അവരും ആ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി, ആ വീട്ടിൽ ഖൈറുണ്ടാകാൻ വേണ്ടി, ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കും, അവർ ദുആ ചെയ്യും. മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല ഉത്തരം നൽകും. ഈ കാര്യം നാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വലിയ ബറക്കത്ത് അതിലൂടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഇനി 313 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എല്ലാ ദിവസവും ഒരാൾ ഓതാൻ റെഡിയായാൽ, ഇശാ മഗ്‌രിബിന് ഇടയിൽ അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അവൻ ഓതാൻ റെഡിയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ കടങ്ങൾ വീടും, കയ്യിൽ പണം നിൽക്കും. കടങ്ങൾ വീടാനുള്ള വഴികൾ അല്ലാഹു തആല അവനിക്ക് തുറന്നു കൊടുക്കും. മാത്രവുമല്ല, ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ്റെ കയ്യിൽ പണം ബാലൻസായി അവനിക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തന്നെ ഫലം അനുഭവിച്ചറിയാൻ കഴിയും. മക്കൾ സ്വാലിഹീങ്ങളാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മക്കളെ കൊണ്ട് പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, മക്കൾ വലിയ
ശല്യക്കാരായി മാറുന്നുണ്ട്. മക്കളെ കൊണ്ട് എന്നും എല്ലാവർക്കും പരാതി പറയാനാണുള്ളത്. മക്കൾ അനാവശ്യ കൂട്ടുകെട്ടിലാണ്, മദ്യപാനികളുടെ കൂടെയാണ്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയാനുള്ളവരുണ്ടാകും. അങ്ങനത്തെ മക്കളുള്ളവരാണെങ്കിൽ ആ മക്കൾ സ്വാലിഹ്യങ്ങളായി തീരാൻ വേണ്ടി രാവിലെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 313 തവണ ബിസ്മി ഓതി മന്ത്രിച്ച്, ആ ബിസ്മി ഓതുന്നതിന് മുമ്പ് 3 സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞിട്ട് 3 സ്വലാത്തും ചൊല്ലി മന്ത്രിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് ചായയിലോ അതല്ലെങ്കിൽ കുടിക്കുന്ന പച്ചവെള്ളമായിട്ടോ ജ്യൂസിലോ ഒക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നല്ല മാറ്റം അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ഇൻഷാ അള്ളാഹ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ ഈ രൂപത്തിലുള്ള മക്കളുണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്, കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴിയും അവനിക്ക് തെളിഞ്ഞു വരുന്നില്ല എങ്കിൽ ആ വീട്ടിലുള്ള ഭാര്യ അതല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും ഒരാള് എൻ്റെ ഭർത്താവിൻ്റെ കടം വീടണം, എൻ്റെ ഉപ്പയുടെ കടം വീടണം എന്ന ചിന്തയോടുകൂടി ആത്മാർത്ഥമായി 313 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു നോക്കൂ. കടങ്ങൾ വീട്ടാനുള്ള വഴികൾ, മാർഗങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് തുറന്നു തരും ഇൻഷാ അള്ളാഹ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ 313 തവണ ബിസ്മി ഓതി വെള്ളത്തിൽ ഊതി മന്ത്രിച്ച് അവരെയും കുടിപ്പിച്ചാൽ അവർക്കിടയിലുള്ള പ്രശ്നങ്ങളും തീരും, നല്ല ഇണക്കത്തിൽ അവരാവുകയും ചെയ്യും. 72 തവണ ബിസ്മി എല്ലാ ദിവസവും ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു ഭവനം അവനിക്ക് വേണ്ടി അള്ളാഹു തആല നിർമ്മിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഒരു വലിയ ആവശ്യം നമുക്ക് നിറവേറണം. നമ്മുടെ മകൻ്റെ വിവാഹം നടക്കണം, വീട് പണി നടക്കണം, പൂർത്തിയാവണം, പുതിയൊരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അവർ 786 തവണ ബിസ്മി ഓതിയിട്ട് ആ കാര്യം നടക്കണമെന്ന ഉദ്ദേശത്തോടെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ വേഗത്തിൽ അത് നടക്കും. അതിനുള്ള വഴികൾ അള്ളാഹു തആല പെട്ടെന്ന് തന്നെ തുറന്നു തരും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് ഈ പറയപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അള്ളാഹു തആല അതിനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കുമാറാകട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹു തആല തുറന്നു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവ് ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.